not take too much time to do some other times. As we are celebrating the 21st annual day celebration, I am very happy to propose some other times. At first, I would like to propose the times to the chief guest of today's program, Sridhar Sir, Gram Panchayat President, and Father John Millay, with our self-organized church owner. So in their busy schedule, they find time to reach here and give message to us. Thanks to both of them. Then I am very happy to propose vote of thanks for Chairman, Lady Reverend Dr. Samuel John Koreskoba, for always guidance and reminders. Thank you, Father. Next, I take this opportunity to thank our Principal Mrs. Nila Raj. She always handing us a strong pillar of strength and give guidance to us in the educational agenda. Thank you, ma'am. Now I would propose vote of thanks to our administrator, Mr. John Samuel, who always act as a catalyst to stimulate us, and he always encouraged to give our best from us. Now I take this opportunity to propose vote of thanks to our counselor in charge of primary section, Reverend Father Joshua Paul. Thank you for guiding our students in right path. Thank you, Father. Now it is my pleasure to propose vote of thanks to all our parents. Without you, we can't conduct a program like this. Thank you for your constant support and encouragement. At last, I would like to propose thanks to all our teaching, non-teaching, and all our timely to also perform well. Thanks to once again. तुम्ही हो माता
पिता तुम ही हो बंधु सखा तुम ही हो. Our Heavenly Father, in whom we live and move, we offer thee sweet flowers of our praise. Bless us, the Lord, with all the grace and peace, the peace that passes all understandings. Our gracious Father, Magregorios, we come to thee for blessings and guidance. Lead us, the Lord, through all the works of life. We beseech thee to be our helper. Good afternoon, my dear parents and our chief guests. MGM സെൻട്രൽ സ്കൂളിൻ്റെ 21ാമത്തെ ആനുവൽ വാർഷികമാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത്. വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഈ പ്രദേശത്തേക്ക് വരുവാനും ഇപ്രകാരം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കാനും ഇടയായത്. ദൈവനിയോഗം എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. ഞാൻ പത്തനാപുരം സ്വദേശിയാണ്. അവിടെ നിന്നും ഇവിടേക്ക് വരാനായിട്ടുള്ളൊരു നിർബന്ധം ഉണ്ടായത് പൗലോസ് ദിദിയൻ ബാബ തിരുമേനിയാണ് അതിന് കാരണമായത്. വടക്കേ ഇന്ത്യയിലെ സ്കൂൾ പ്രവർത്തനങ്ങളൊക്കെയും അദ്ദേഹം നേരിട്ട് കണ്ട് വിലയിരുത്തിയതാണ്. ഞങ്ങൾ തമ്മിൽ MGOCSMൽ കൂടെ ഉള്ള റിലേഷൻ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ കെട്ടിടത്തിനൊക്കെയും അടിസ്ഥാന കല്ലിട്ട് ഈ ഒരു നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും മധ്യസ്ഥയും എപ്പോഴും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് ഈ വാർഷികത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ MS സുനിൽ മാഡം കാലിക്കറ്റ് കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറാണ്. വർഷങ്ങളായിട്ട് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മാതാവ് എന്നെ പ്രൈമറി സ്കൂളിൽ പഠിപ്പിച്ചു, ശോശാമ്മ ടീച്ചർ. ആ ഒരു ബന്ധം ഈ അടുത്ത സമയത്താണ് അറിയുവാൻ സാധിച്ചത്. ഇപ്പോഴാണ് കൂടുതലായിട്ട് അറിഞ്ഞത്. അതിനകത്ത് നമുക്കൊരു സ്കൂളുണ്ട്, അതിനകത്താണ് ടീച്ചർ താമസിക്കുന്നത് എന്നുള്ളത്. വർഷങ്ങളായിട്ട് സാമൂഹിക പ്രവർത്തനം ചെയ്യുന്ന മാഡം ഇപ്പോൾ ഇതിനകം തന്നെ 294 ഭവനങ്ങൾ അർഹതപ്പെട്ടവർക്കായിട്ട് നിർമ്മിച്ച് നൽകുകയുണ്ടായി. ഇനിയും ഭവനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും സർവേശ്വരൻ്റെ എല്ലാവിധമായ കൃപയും അനുഗ്രഹങ്ങളും മാഡത്തിനെ ചൊരിഞ്ഞ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഒരു ഉത്തേജനമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് കടന്നു വന്ന മാഡത്തിനെ നിങ്ങൾ ഏവരുടെയും പേരിലും MGM ഫാമിലിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തു. നമ്മുടെ അധ്യക്ഷനായിട്ട് ബഹുമാനപ്പെട്ട യാക്കൂബ് റംബാച്ചൻ കോർപ്പിസ്കോപ്പ മൈലപ്ര മാർ കുര്യാക്കോസ് ദയറായിലെ അംഗമാണ്. വളരെയേറെ ആശ്രമ പ്രസ്ഥാനങ്ങളുടെ ചുമതലയും കാര്യങ്ങളും തണ്ണിത്തോടിലും മറ്റും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഏർപ്പെടുന്നു. മൈലപ്ര ആശ്രമവും ഈ സ്കൂളുമായിട്ടൊരു വലിയൊരു ബന്ധമുണ്ട്. നമ്മുടെ സ്കൂൾ ആരംഭിച്ച അവസരത്തിൽ അന്നത്തെ തുമ്പോൾ ഭദ്രാസനാധിപൻ യൗസബീസ് തിരുമേനി മൈലപ്രായിലെ റംബാച്ചൻ ഇവിടുത്തെ മാനേജരായിരിക്കണം എന്നുള്ള നിലയിൽ കൽപ്പിച്ചതനുസരിച്ച് നഥാനിയേൽ റംബാച്ചനാണ് ഇപ്പോഴും നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ. അദ്ദേഹത്തിന് ഇന്ന് ഇവിടേക്ക് വരാൻ സാധിക്കുകയില്ല. ഞാൻ ബഹുമാനപ്പെട്ട റംബാച്ചനെ ക്ഷണിച്ചു. അദ്ദേഹം വളരെ ദൂരെയായിരുന്നു, എങ്കിൽ പോലും തക്ക സമയത്ത് അദ്ദേഹം ഇവിടേക്ക് കടന്നു വന്നു. ആശ്രമത്തിൻ്റെ തന്നെ ചുമതലയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 2-3 സ്കൂൾ ആശ്രമത്തിൻ്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു നിലയിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട റംബാച്ചന് MGM ഫാമിലിയുടെയും നിങ്ങളെവരുടെയും പേരിൽ സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് C. പ്രകാശ്, അദ്ദേഹം
കൊടുമൺ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ചെയർമാനാണ്. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ പേരൻ്റാണ്. നമ്മുടെ എല്ലാ വർഷത്തെ എല്ലാ പ്രോഗ്രാമിലും അദ്ദേഹം നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ സ്വന്തം ആളെന്നുള്ള നിലയിൽ ഇവിടേക്ക് കടന്നു വരികയും നമുക്ക് ആവശ്യമനുസരിച്ചുള്ള എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്തു തരുന്ന വ്യക്തിയാണ്. തക്ക സമയത്ത് തന്നെ അദ്ദേഹം വക്കീൽ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് സമയത്തൂടെ കടന്നു വന്ന അദ്ദേഹത്തിന് MGM ഫാമിലിയുടെ പേരിലുള്ളതായ സ്വാഗതം ആശംസിച്ചു. ബഹുമാനപ്പെട്ട വർഗീസ് ജോഷുവ അച്ഛൻ, ഞങ്ങൾ ഒത്തൊരുമിച്ച് ഇടവകളിലൊക്കെ ചുമതലയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ നമ്മുടെ കൊടുമൺ മാർ ബെഹനാൻസ് ഇടവകയുടെ ചുമതലക്കാരനും തുമ്പോൺ സ്വദേശിയുമാണ്. നമ്മുടെ എല്ലാ കാര്യാദികളിലും അദ്ദേഹം വഴികാട്ടിയായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെയും MGM ഫാമിലിയുടെ പേരിൽ സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട റെജി എബ്രാച്ചൻ സെഹ്യോൻ മാർത്തോമ ഇടവകയിലെ വികാരിയാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷവും വന്ന് നമുക്ക് നല്ലൊരു ഉപദേശവും കാര്യങ്ങളൊക്കെ നൽകി. തക്ക സമയത്ത് തന്നെ അദ്ദേഹം ഇവിടേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ഇടവകയിലെ കുഞ്ഞുങ്ങളോട് പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിനും MGM ഫാമിലിയുടെ പേരിലുള്ളതായ സ്വാഗതം ഈ അവസരത്തിൽ നേടുന്നു. ബഹുമാനപ്പെട്ട ശ്രീ വേണുഗോപാൽ വി KSBയിലെ എൻജിനീയറാണ്. എന്നാൽ നമ്മുടെ പേരൻ്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളോട് പഠിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്നു. നമ്മുടെ എല്ലാ കാര്യാദികളിലും നമുക്ക് വലിയൊരു നെടുന്തൂണായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ MGM ഫാമിലിയുടെ പേരിൽ സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട പേരൻസ്, നിങ്ങളാണ് ഈ സ്ഥാപനത്തിൻ്റെ നെടുന്തൂണ്. വളരെയേറെ പേരൻസ് രാവിലെ ഉണ്ടായിരുന്നു. പ്രൈമറി സെക്ഷൻ്റെ പ്രോഗ്രാമൊക്കെ ആയിരുന്നതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ വീട്ടിൽ കൊണ്ടുപോകേണ്ടതുകൊണ്ട് വളരെയേറെ പേർ പിരിഞ്ഞു പോയി. എങ്കിൽ തന്നെയും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും MGM ഫാമിലിയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലെ സ്റ്റാഫ് മെമ്പേഴ്സ്, അവരാണ് ഇതിൻ്റെ നെടുന്നുകൊണ്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത്. അവരെയും കുഞ്ഞുങ്ങളെയും ഒത്തൊരുമിച്ചൊരു വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക്. A very good afternoon to one and all. Esteemed guest of this day, Honorable Deputy Speaker Sri Chitem Gopakumar sir is not present here now. Srimadi Dr. M.S. Sunil, philanthropist, social worker, Nari Shakti Puraskar 2017, Very Reverend Dr. Samuel John Kaur Episcopa, Chairman of our school, Very Reverend Yakub Ramban Kaur Episcopa, Sri Advocate C. Prakash, Health and Education Chairman of Koduman Grama Panchayat, Reverend Father Varghese Joshua, Vicar St. Behanans Orthodox Valiyapalli Koduman, Reverend Reggie Abraham, Vicar Sehion Marthoma Church Koduman, Sri Venugopal V, PTA Representative, Srimadi Bindu Roy Ma'am, Vice Principal of our school, Mr. John Samuel, Administrator of our school, Reverend Father Joshua Paul, Master Abel Saju, Head Boy of our school, and Miss Malavika Anil, Head Girl of our school, parents, well-wishers, teaching, non-teaching staff, and dear students. Today, MGM is celebrating 21st Annual Day. I once again heartily welcome you all to the Annual Day celebration of MGM Sunday School. I would like to thank you all for responding our invitation and gracing this occasion. Our school has completed 20 years of fruitful service since its inception in 2003. I take this opportunity to thank the Almighty God for His abundant blessings for the success of this institution. I also extend my salute to all those who contributed their best to guide this institution. I am indeed honored to have this opportunity to present before you the annual consistent upward graph of our school achievements. There is a great saying, education is the most powerful weapon which you can use to change the world. We have always been committed to create an environment in the school which helps the young mind to blossom and provide a platform for individual thinking and holistic development of the child's personality. Let me give you a bird's eye view of this academic year's events and activities. Academic achievements.
Excellence in academic is the hallmark of any good institution. Our class 10 result prove without any doubt that our students have made us proud. We are happy to share the news that our students of class 10 who appeared for CBSE board examination 2022-23 passed with the flying colors. Out of 21 students, 5 students secured more than 90% mark. Ahindra Anil secured A1 in all subjects. 3 students such as Ahindra Anil, Siddharth Nair and Adira Ji got Zenums for Malayalam and Neha Raji got Zenums for Social Science. This is one of the outstanding achievements of our school. The staff, management and the students take this opportunity to congratulate students for their excellent performance and extend warm wishes for their bright future. Co-curricular activities. It gives the students an opportunity to develop skills and exhibit their non-academic activities. Co-curricular activities are conducted separately for kids, primary and secondary level. Assembly. Class-wise and house-wise morning assembly is another platform for students to showcase their talents. Assembly conducted separately for KG section, primary and secondary level. Youth Festival. Strength comes from unity. Our school conducted Youth Festival on house-wise. Each house is managed by teachers, students as house captains and vice captains. This year, our Youth Festival was conducted on 4th August. Kids Festival held with great enthusiasm. Our Youth Festival winners actively participated in Sahodaya Youth Festival and secured prizes. Sports. The annual sports for the year 2022-23 was held on October 31st at EMS Stadium, Koduman. It was a stunning spectacle. Our sports meet was inaugurated by Advocate C. Prakash and followed by March Past of 4 houses. Competitions were conducted on house-wise and students won medals, certificates and trophies. This year, our school has hosted Sahodaya Sports Meet on November 17th and 18th. And most of our students got prizes for Sahodaya Sports Meet. Library. Our library has been enriched with the subscriptions of more number of newspapers, magazine, educational periodicals and acquisition of large number of books in all subjects. Lab. School labs are great place to students which help them to enhance their learning by understanding the theoretical concept, science which are taught in classrooms. We have biology, physics and chemistry lab. We also have a computer lab. Smart class. For enhancing teaching and learning experience, we have introduced a smart class for all classes. Teachers' workshops. Staying updated is the key to success in any field, especially in the field of education. Our principal, administrator and teachers attended training conducted by CBSE, COE and Sahodaya. Our school also conducted training programs for different subjects. Continuous training programs conducted by Astragen for KG teachers. PTA. Our PTA members are closely and actively involved in all the activities of the school. PTA meetings are held after every exam. Health checkup. Health Department of Government done continuous health checkup for our children. Our teachers attended health-related class held at Parakot Block, Chandanapalli PHC and Enadimangalam. Celebrations of our school. World Environment Day. This year's events and celebrations got kick-started with the observation of World Environment Day. Dance performance of our students conducted and distributed plants. Father's Day. Father's Day was celebrated on June 19th. Class 10 students conducted a skit regarding this. Students made gift for their father. Yoga Day. Yoga enhanced the mental and physical well-being. We have celebrated Yoga Day on 21st June. A special yoga session with the simple asanas were practiced by students along with teachers, and Yoga Sadish Sir delivered a speech related to the importance of yoga in our daily life. Invest Teacher Ceremony. This ceremony begins with a colorful march past on June 21st. The office bearers briefed about their responsibilities. Master Abel Saju, Kumari Malavika Anil of class 10 took oath and received badges as school head boy and head girl. Master Agasham Nair and Miss Avantika A of class 9 took oath as deputy head boy and deputy head girl.
Master Ribin Roy and Ashtami S. Nair of class 9 and 10 took oath as sports captain and deputy sports captain and was followed by oath-taking ceremony of different house captains, deputy captains, school council members and prefects. Kargil Vijay Divas. Our students conducted assembly based on this. Our chairman delivered a speech. Independence Day celebration. Independence Day was celebrated with a great patriotic spirit. Our chairman hoisted the national flag and a rally was conducted from Koduman Junction to school. Rally was flagged off by Koduman SI Radish Kumar sir. Students were disguised as national leaders. Patriotic song and dance competitions were held. Onam celebration. Our Onam celebration was on August 25th. The program was inaugurated by Sri Sukumaran Nair sir and Shagunandala Devi Amma. All teachers wear Kerala sari and students wear civil dress. Various Onam related entertainment programs were there. Class-wise Onam Sadhya was also there. Kerala Piravi. On Kerala Piravi Day, students conducted assembly based on this and a dance performance was also there. Children's Day. Teachers conducted assembly for students on Children's Day and wore uniform and students wore civil dress. Sweets were distributed to students. KG celebrations. For identifying colors, a red day and green day was celebrated in the KG section along with all the other events of the school. Fruits Day was also celebrated with great enthusiasm. Guidance and counseling. In the game of life, the man who wins is a man who tries. So, we are giving counseling to students for attaining right values. A counseling class was conducted by Excise Department on August 3rd. Excise Preventing Officer Harish Kumar sir took class related to narcotics. Balamitra inauguration. Balamitra is a leprosy eradication program of our government. This program was inaugurated by Health Inspector of Chadanapalli PHC, Srimati Anita Kumari, on 21st September. For enhancing reading habits among children, Malayalam Manorama provides us 10 newspapers daily at free of cost. The subscription was started in the month of July. The inauguration of this was done on June 30th in the presence of Jose Pallivadakan, Roy sir, Manorama Circulating Inspector, and Mr. Srijit, Coordinator of Manorama Koduman. Tour program of our school. To explore, grow, and to broaden the students' horizon in New Frontier, MGM conducts field trip and tour. This year, we have conducted a trip to Mysore and Coorg for class 9 and 10 students on 23rd November. A trip to Hapilan for class 3 to 5 students on 17/11/2023 and Silver Storm for 6 to 8 students and Green Valley for KG section. Exhibition and Food Fest. The exhibition provides the right platform for students to display their creativity, innovations, experiments, and discoveries. As a part of this, our students made beautiful still and working models. Best ones were selected and awarded. Food Fest. As a part of charity, MGM conducted Food Fest on December 5th. Delicious homemade food items were prepared by our parents and teachers. 31,000 rupees were collected and this will be used for charity purpose for people who are needy, that is financially backward and suffering from disease. It's true, we have many plans for the future and many of them have been achieved. It's all because of our management, teachers, students and parents. Success is possible only when we work together and stand together. Before concluding this report, I bow my head in reverence to Almighty God for the blessings showered upon this institution. Blessings of our patron, Mar Gregorius, is also with us. I take this opportunity to express my deep gratitude to our management for the steady, ongoing support. I express my sincere thanks to all the staff members with whose cooperation we have been able to carry out all programs of academic and non-academic activities. I also extend my heartiest thanks to all the parents and students for their continuous support and cooperation that enable us to move forward with confidence. I would like to conclude by quoting our motto, "Arise, awake, stop not till the goal is achieved."
Once again, thanks to all. Jai Hind. Thank you, ma'am. Please stand up for the lighting lamp ceremony. Light is a divinity of life. It shows the right direction of life. With this thought, let us illuminate today's event. Brightness and prosperity are the symbols of light. It is a positive force that removes darkness. ഏറെ ആദരണീയനായ, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന വെരി റെവറൻഡ് യാക്കൂബ് റംബാൻ കോർ എപ്പിസ്കോപ്പ, ഈ സ്കൂളിൻ്റെ ചെയർമാൻ, ഏറെ ആദരണീയനായ വെരി റെവറൻഡ് ഡോക്ടർ സാമുവൽ ജോൺ കോർ എപ്പിസ്കോപ്പ, ബഹുമാന്യായ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീമതി സ്മിത രാജ്, ആദരണീയനായ കൊടുമൺ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ചെയർമാനായിരിക്കുന്ന പ്രിയ അഡ്വക്കേറ്റ് സി പ്രകാശ് അവർ, ഫെലിസിറ്റേഷൻസ് അറിയിക്കുന്ന സെൻറ്റ് ബെഹനാൻസ് ഓർത്തഡോക്സ് വലിയ പള്ളി കൊടുമണ്ണിൻ്റെ വികാറായിരിക്കുന്ന റവറൻഡ് ഫാദർ വർഗീസ് ജോഷുവ അവർ, മർത്തോമ ചർച്ച് കൊടുമണ്ണിൻ്റെ സഹിയോൻ മർത്തോമ ചർച്ച് കൊടുമണ്ണിലെ വികാറായിരിക്കുന്ന റവറൻഡ് റെജി എബ്രഹാം അവർ, PTA റെപ്രസെൻറ്റേറ്റീവ് ആദരണീയനായ ശ്രീ വേണുഗോപാൽ അവർ, അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുന്ന മിസ്റ്റർ ജോൺ സാമുവൽ അവർ ഉൾപ്പെടെ ഈ സ്കൂളിൻ്റെ ആദരണീയരായ അധ്യാപകർ, അനധ്യാപകർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയ രക്ഷകർത്താക്കൾ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാർ, ഏവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ MGM സെൻട്രൽ സ്കൂളിൻ്റെ 21ാമത് ആനുവൽ ഡേ സെലിബ്രേഷൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. നിങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുന്നു. കാരണം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആ നാടിൻ്റെ തന്നെ സ്പന്ദനമായിട്ടുള്ള, ഒരു നാടിൻ്റെ വികാരമായിട്ടുള്ള, ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ പ്രദേശത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമെന്ന് പറയുന്നത്. കാരണം വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, ഇതിനോട് ചുറ്റുമുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള അനേകം കുടുംബങ്ങളിൽ നിന്നുള്ള കൊച്ചുകുട്ടികളാണ് ഈ സ്കൂളിൽ നിന്ന് വിദ്യ അഭ്യസിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. നിങ്ങളുടെ ആനുവൽ ഡേ സെലിബ്രേഷൻ ശരിക്കും പ്രസംഗം കേൾക്കാനുള്ളതല്ല എന്നെനിക്കറിയാം. കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള
അവരുടെ കൾച്ചറൽ പ്രോഗ്രാംസിൻ്റെ വേദിയായിരിക്കാൻ വേണ്ടി, അത് കാണാൻ വേണ്ടി, അത് ആസ്വദിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നവരാണ് നിങ്ങളിൽ ഏറെ പങ്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വലിയ ദീർഘമായിട്ടുള്ളൊരു പ്രസംഗത്തിന് പ്രസക്തിയുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ശരിക്കും ഉദ്ഘാടകൻ എന്ന് പറയുന്നത് നമ്മുടെ ആദരണീയനായ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അവർകളായിരുന്നു. എന്നെ ചീഫ് ഗസ്റ്റായിട്ടാണ് ക്ഷണിച്ചത്. പക്ഷേ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യാമോ എന്ന് ഇവിടെ വന്ന സമയത്ത് എന്നോട് അച്ഛൻ ചോദിക്കുകയുണ്ടായി. അതൊരു നിയോഗമായിട്ട് കരുതുന്നു. കാരണം ഈ സ്കൂളിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്ന ശാമുവൽ കോറസ് എപ്പിസ്കോപ്പ എന്ന് പറയുന്നത്, ഞാൻ റീസെൻ്റായിട്ട് എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ചപ്പോഴാണ് എന്നോട് ചോദിച്ചു, ടീച്ചറിൻ്റെ വീട് എവിടാ? ഞാൻ പറഞ്ഞു പത്തനംതിട്ടയാണ് എൻ്റെ വീട്. അതല്ല, ടീച്ചറിന് ഏനാത്തുമായിട്ട് എന്താ ബന്ധം? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജനിച്ചു വളർന്ന നാട് ആ സ്ഥലമാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇന്നാരുടെ മകളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാണ്. അച്ഛനെങ്ങനെ അറിയാം? അതെൻ്റെ ടീച്ചറാണ് എന്ന് പറഞ്ഞു. കാരണം ഒരു അധ്യാപിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും മഹനീയമായൊരു സ്ഥാനമെന്ന് പറയുന്നത്, എപ്പോഴും ഓർത്തിരിക്കുന്നത്, എവിടെ ചെന്നാലും നമ്മൾക്ക് ആരെങ്കിലും ഒരു കുട്ടിയെ പഠിപ്പിച്ചിട്ടുള്ളതായിട്ട് ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഉള്ളതൊരു അധ്യാപകനാണ്. ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ മനസ്സിൽ എന്നും നിലനിൽക്കും. അപ്പം അതുകൊണ്ടാണ് അച്ഛൻ വിളിച്ചപ്പോൾ ഞാൻ യാതൊരു മടിയും കൂടാതെ ഈ ഒരു പരിപാടിക്ക് വരാമെന്ന് ഏറ്റത് തന്നെ. അപ്പം നിങ്ങളൊക്കെ ഈ ആനുവൽ ഡേയിൽ അല്ലെങ്കിൽ ഇതിനകത്ത് പങ്കെടുക്കുന്ന രക്ഷകർത്താക്കളോട് എനിക്ക് ആദ്യം സംസാരിക്കാനുണ്ട്. ആസ് എ പേരൻറ്റ്, നിങ്ങൾക്കൊത്തിരി പ്രതീക്ഷകൾ നിങ്ങളുടെ കുട്ടികളെക്കുറിച്ചുണ്ടായിരിക്കും അല്ലേ? അവർ ഡോക്ടറാകണം, എൻജിനീയർ ആകണം, കളക്ടറാകണം, ഇങ്ങനെയുള്ള പ്രതീക്ഷകളുമായിട്ട് വന്നിരിക്കുന്നവരാണ് കൂടുതൽ പേരുമെന്നറിയാം. പക്ഷെ നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് വളരാൻ സാധിച്ചു എന്ന് വരില്ല. ആ ഒരു സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങളായിരിക്കത്തില്ല നിങ്ങളുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾ. ഞാൻ കാണുന്ന സ്വപ്നമായിരിക്കത്തില്ല എൻ്റെ കൂടെ ഇരിക്കുന്ന ഇവരാരും കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത്. എനിക്ക് എൻ്റേതായ സ്വപ്നങ്ങളുണ്ട്, എൻ്റേതായ പ്രതീക്ഷകളുണ്ട്, എന്തായിത്തീരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ ഓരോരുത്തർക്കുമുണ്ട്. പേരൻസിൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ചായിരിക്കത്തില്ല നിങ്ങളുടെ കുട്ടികൾ സ്വപ്നം കാണുന്നത്. അവരുടെ കഴിവുകൾക്കനുസരിച്ച് അവർ ആരായിത്തീരണമെന്ന് അവർ തീരുമാനിക്കട്ടെ. അതിനാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതിനായിരിക്കണം ഇവിടുത്തെ അധ്യാപകർ ശ്രമിക്കേണ്ടത്. കാരണം അവരിലെ കഴിവുകൾ മനസ്സിലാക്കി അവരുടെ കഴിവുകൾക്കനുസരിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ, അവരുടെ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടാൻ, അവർ ആരായി തീരണമെന്ന് ഡയറക്റ്റ് ചെയ്യാൻ, അങ്ങനെയായിരിക്കണം മോട്ടിവേറ്റ് ചെയ്യാൻ. ആസ് എ മോട്ടിവേറ്റർ ആർക്ക് സാധിക്കണം? അധ്യാപകർക്ക് സാധിക്കണം. അല്ലാതെ എല്ലാവരും ഡോക്ടർമാരാകണമെന്നില്ല. ആണോ? നമ്മളെല്ലാവരും ഡോക്ടേഴ്സായ എന്ത് ചെയ്യാനാ? നഴ്സുമാർ വേണം, പോലീസ് ഓഫീസേഴ്സ് വേണം, അധ്യാപകർ വേണം, കർഷകർ വേണം, ശാസ്ത്രജ്ഞന്മാർ വേണം. ഇതെല്ലാം നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ. അതുപോലെ തന്നെ നല്ല പൊളിറ്റീഷ്യൻസ് വേണം, നല്ല രാഷ്ട്രീയക്കാർ വേണം. ഇതിനെല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത് വിദ്യാഭ്യാസം തന്നെയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സിലബസ് പഠിക്കുക എന്നുള്ളതല്ല എന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കേണ്ട ഒരു കാര്യമാണ്. സിലബസ് അല്ല വിദ്യാഭ്യാസം. സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമിനേഷനിൽ മാർക്ക് മേടിക്കാനുള്ള ഒരു മാർഗം മാത്രമേ ആകുന്നുള്ളൂ സിലബസ് എന്ന് പറയുന്നത്. ആ സിലബസ് പഠിച്ച് നമ്മൾക്ക് ജീവിതത്തിലെ പാഠങ്ങൾ പഠിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന ഉടനെ നിങ്ങൾ സിലബസ് എടുത്തുകൊണ്ടാണോ ജീവിക്കുന്നത്? എന്തിനാ എൻജിനീയറിംഗ് പാസ്സായിട്ടൊരു ബൾബ് മാറ്റിയിടാൻ അറിയാത്ത കുട്ടികളെ എനിക്കറിയാം. സ്വന്തം വീട്ടിൽ
ബൾബ് ഫ്യൂസായാൽ ആ ബൾബൊന്ന് മാറ്റിയിടാൻ നമ്മുടെ കുട്ടികൾക്കറിയത്തില്ല. എന്തിന് നമ്മൾ ഓടിച്ചു കൊണ്ടുപോകുന്ന ഡ്രൈവ് ചെയ്യുന്ന കാറിന് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ അവിടെ ഇട്ടേക്കും. നമ്മൾ ഒരു ടയർ മാറ്റിയിടാൻ നമ്മൾക്കറിയില്ല. ഇതൊക്കെ അറിയണം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിനെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജീവിക്കാൻ പഠിപ്പിക്കണം. അപ്പോൾ സിലബസ് അല്ല പ്രധാനം. സിലബസ് നിങ്ങളെ എന്താക്കി തീർക്കുന്നു? നിങ്ങളെ 10ാം ക്ലാസ് പാസ്സാകാൻ 12ാം ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ 11ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷന് വേണ്ടി, അത് കഴിഞ്ഞ് 12ാം ക്ലാസ്സിൽ മാർക്ക് കിട്ടുമ്പോൾ അത് അടുത്ത ലെവലിലേക്ക് വേണ്ടി, അതിനു വേണ്ടിയുള്ളൂ. ആരെങ്കിലും പിന്നെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ചോദിക്കുന്നോ നിങ്ങളോട്? അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിച്ചെങ്കിൽ നിങ്ങളുടെ രക്ഷകർത്താക്കൾക്ക് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താ? ആരുടെയും കാല് പിടിക്കാതെ +1 അഡ്മിഷൻ കിട്ടണമെങ്കിൽ, പൈസ കൊടുക്കാതെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ, ആരുടെയും മുമ്പിൽ നിന്ന് കരയാതെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഉന്നതമായ മാർക്കോടുകൂടി വിജയിക്കണം. അപ്പോൾ ഒരു ചോദ്യം വരും. ഞാനൊരു കോളേജിലെ സുവോളജിയുടെ പ്രൊഫസറായിരുന്നു. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്, ഞാൻ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ ജില്ലയിലെ ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ ഒരു 3 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പ് നടത്തി. വലിയ വീട്ടിലെ കുട്ടികളല്ല, കാരണം ഞാൻ വലിയ വീട്ടിലെ ആൾക്കാരുടെ കൂടെ അല്ല ഞാൻ സഹകരിക്കുന്നത്. അവരുടെ കൂടെ സഹകരിക്കും. പക്ഷെ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ കൂടെയാണ്, കഷ്ടത അനുഭവിക്കുന്നവരുടെ കൂടെയാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവരുടെ കൂടെ, കിടന്നിറങ്ങാൻ വാസസ്ഥലമില്ലാത്തവരുടെ കൂടെ, അങ്ങനെയൊക്കെയുള്ളവരുടെ കൂടാണ് ഞാൻ കഴിയുന്നത്. അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കുട്ടികളിൽ നിന്നാണ് ഞാൻ അവരെ, അങ്ങനെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് ഫുൾ A+ കിട്ടിയ മിടുക്കരായ കുട്ടികളെന്നാണ് നമ്മൾ കരുതുന്നത്. അല്ലേ? എല്ലാ A+ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, റോഡിൽ കൂടെ നടക്കണ്ട, വണ്ടി ഓടിക്കേണ്ട. ഓരോ കുട്ടികളുടെ പടമാണ്. നമ്മൾ പേടിച്ചു പോകും ചില സമയത്ത്. ഇതെന്താണ് എന്നുവെച്ചാൽ ഇവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാനും അഭിനന്ദനങ്ങൾ അർപ്പിക്കാനും ഒക്കെ നമ്മൾ റോഡാണ് ഉപയോഗിക്കുന്നത്. എന്തിനാ വിദ്യാഭ്യാസം? റോഡ് സഞ്ചരിക്കാനുള്ളതാണ്. സഞ്ചരിക്കാനുള്ള റോഡിന് നമ്മൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി ഇതുപോലുള്ള A+ കിട്ടി, 4 A+ കിട്ടി, 2 A+ കിട്ടി, 1 B കിട്ടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ ഞങ്ങൾ ആദ്യം ഞെട്ടും. അയ്യോ, ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കുന്ന അതിലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ പോകരുത്. അപ്പം അങ്ങനെയുള്ള A+ കിട്ടിയ കുട്ടികളെ കൊണ്ട് ഞാനൊരു കരിയർ ഗൈഡൻസ് 3 ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം നടത്തി. രക്ഷകർത്താക്കളോടാവുന്നേ സ്വന്തമായിട്ട് അതായത് ഒരു ഫോം ഫില്ല് ചെയ്യണമായിരുന്നു. കുട്ടികളെ വിളിച്ചിരുത്തി, കുട്ടികളെല്ലാം രക്ഷകർത്താക്കളെയും കൊണ്ട് കയറി. ആദ്യം ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഫോംസ് ഒന്ന് ഫില്ല് ചെയ്ത് തരാം. നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, അഡ്രസ്, ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. അംബീഷൻ, എന്താണ് നിങ്ങളുടെ അംബീഷൻ, എന്തായിത്തീരണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് ചോദിച്ചു. കുട്ടികൾക്ക് തന്നെ ഉടനെ ഉണ്ട് അടുത്തിരിക്കുന്ന രക്ഷകർത്താവിനോട് ചോദിക്കുക, അഡ്രസ്സ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. എന്തിനാ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിക്കുന്നത്? നിങ്ങൾ എത്ര A+ കിട്ടിയിട്ട് സ്വന്തമായിട്ട് എന്തിനാ പേര് ശരിക്കും എഴുതാത്ത കുട്ടികളെ എനിക്കറിയാം. കോളേജിൽ പഠിക്കാൻ വരും. അവിടെ വന്നാൽ സ്വന്തമായിട്ട് പേര് സ്പെല്ലിങ് തെറ്റാതെ എഴുതാൻ കഴിയുന്ന കുട്ടികൾ പോലുമില്ല. കാര്യം നമ്മളെല്ലാം മാർക്ക് മേടിച്ചു വാരിക്കോരി കൊടുക്കുക. കാര്യം എന്താ? രക്ഷകർത്താവിന് വേദനിക്കും അല്ലേ? അടുത്ത വീട്ടിലെ കുട്ടി ഫുൾ മാർക്ക് മേടിച്ചുകൊണ്ട് വരുമ്പോൾ എൻ്റെ കുട്ടിക്ക് ഫുൾ മാർക്കില്ല.
ഉടനെ നമ്മൾ കുട്ടിയെ വഴക്ക് പറയുകയാണ്. വഴക്ക് പറയരുത്. അവൻ്റെ കഴിവനുസരിച്ച് പഠിക്കട്ടെ. പഠിക്കാൻ നിങ്ങൾ സാഹചര്യം ഒരുക്കി കൊടുക്കുക. അല്ലാതെ പഠിക്കുന്നത് കുട്ടികളോട് പറഞ്ഞാൽ അവർ പഠിക്കൂല. അവർ പഠിക്കണമെങ്കിൽ അവർക്ക് തോന്നണം. നിങ്ങൾക്ക് എങ്ങനെ തോന്നും? നിങ്ങളൊരു നിമിഷം ചിന്തിച്ചാൽ മതി. നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? ജോലി കിട്ടാൻ വേണ്ടിയായിരിക്കും അല്ലേ? നല്ലൊരു ജീവിതത്തിന് വേണ്ടിയായിരിക്കും. നിങ്ങൾ നല്ലതുപോലെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടില്ല. നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകില്ല. അതായത് എക്കണോമിക് എംപവർമെൻറ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. അതോരോ പെൺകുട്ടിയും ആൺകുട്ടിയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾക്കൊരു വരുമാനം വേണം. ആ വരുമാനം എവിടെ നിന്ന് കിട്ടും? നമ്മൾ പഠിച്ച് നല്ല ജോലി സമ്പാദിച്ച് എങ്കിൽ മാത്രമേ നമ്മൾക്കൊരു വരുമാനം കിട്ടത്തുള്ളൂ. ആ വരുമാനം കിട്ടുന്ന നല്ല ജോലി നേടിയതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ ജീവിത പങ്കാളി ആരെ അല്ലെങ്കിൽ സ്വീകരിക്കണമെന്ന് പോലും നമ്മൾ തീരുമാനിക്കാവൂ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ആസ് എ വുമൺ, ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോടെയും പറയുകയാണ്, നിങ്ങൾക്ക് ജോലിയില്ലാതെ, നിങ്ങൾക്കൊരു വരുമാനമില്ലാതെ ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ നമ്മൾ ദിവസവും വായിക്കുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓരോ പെൺകുട്ടികളുടെയും അനുഭവം, സ്ത്രീധനത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ഒക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മളെ ഇറക്കി വിട്ടാൽ, നീ ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾക്കൊരു വരുമാനമുണ്ടെങ്കിൽ ആരിറക്കി വിട്ടാലും നമ്മൾക്കൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കണം, നമ്മുടെ ലൈഫ് സേഫ് ആക്കണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ പഠിക്കണം, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സാഹചര്യമല്ലേ ഇവിടെ ലഭിക്കുന്നത്? നിങ്ങളെല്ലാ കുട്ടികളും ഒരു ക്ലാസ് റൂമിലിരിക്കുന്നു, ഒരേ ക്ലാസ് റൂമിലിരിക്കുന്നു, ഒരേ ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നത്, ഒരു വിഷയമാണ് പഠിപ്പിക്കുന്നത്. ആ വിഷയം പഠിപ്പിക്കുന്നത് ഒരുപോലെയാണ് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല? നിങ്ങൾക്ക് വായനയെന്ന് പറയുന്നതുണ്ടോ? കാര്യം ഇപ്പം വായിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. എത്ര പേര് പത്രം വായിക്കും? എത്ര പേര് പത്രം വായിക്കും? കൊച്ചു പിള്ളേരെല്ലാം കൈ കൊടുക്കും. എത്ര പത്രം വായിക്കും? 2 പത്രം വായിക്കുന്നവർ കൈ പൊക്കിക്കേ. ഈ ടീച്ചറിന് വേറെ പണിയൊന്നുമില്ലെന്ന് പറയല്ലേ? 2 പത്രം, 3 പത്രം. നീ ചുമ്മാ കൈ പൊക്കിക്കൊണ്ടിരിക്കുക. 3 പത്രം വായിക്കുമോ? വെരി ഗുഡ്. സത്യമേ പറയാം. ബി ട്രൂത്ത്ഫുൾ ടു അതേഴ്സ്. മറ്റുള്ളവരോട് സത്യം പറയണം, നമ്മളോടും നീതി പുലർത്തണം, അച്ഛനോടും അമ്മയോടും സത്യം പറയണം, അല്ലേ? അപ്പം നിങ്ങളെല്ലാം എല്ലാ രീതിയിലും സത്യസന്ധരായിരിക്കണം. അപ്പോൾ 4 പത്രം 3 പത്രം വായിക്കുന്നവരൊക്കെ ഉണ്ട്, വളരെ നല്ലത്. എഡിറ്റോറിയൽ പേജ് വായിക്കുന്നവരൊന്ന് കൈവകി. എഡിറ്റോറിയൽ പേജ്, എന്താണ് എഡിറ്റോറിയൽ പേജ്? പത്രത്തിൻ്റെ ഏത് പേജാണ് എഡിറ്റോറിയൽ പേജ്? ചുമ്മാ കൈവക്കിയതാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ നമ്മൾ നിര്യാതരായി, അല്ലെങ്കിൽ മറ്റുള്ള ആരാണ്ട് കിണറ്റി വീണു, പശു കിണറ്റി വീണു, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കും. എഡിറ്റോറിയൽ പേജാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവർ വായിക്കേണ്ട പേജ്. ഒരു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജാണ്. ഇന്ന് മുതൽ എഡിറ്റോറിയൽ പേജ് വായിക്കുക. നമുക്ക് പല ഇൻ്റർവ്യൂകൾക്ക്, ടെസ്റ്റുകൾക്ക്, പരീക്ഷകൾക്ക് ഒക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് എഡിറ്റോറിയൽ പേജ്. കാര്യം ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ്, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. എന്നുവെച്ചാൽ വലിയ പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവർക്കും സിവിൽ സർവീസിലോട്ട് പോകണം. എന്തിനാന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. എവിടെ ചെന്ന് നോക്കിയാലും ഇപ്പം അതിൻ്റെ ഒരു ട്രെൻഡാണ്. കാര്യം നമ്മൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് തന്നേക്കുക. പക്ഷേ
100 പേര് എഴുതുമ്പോൾ ഒരാൾക്കേ കിട്ടുന്നുള്ളൂ. ബാക്കി 99 പേര് എവിടെ പോയെന്ന് ആരും ചിന്തിക്കുന്നില്ല. അവരുടെ പ്രശ്നം എന്തെന്ന് ആരും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് സിവിൽ സർവീസ് അല്ലെങ്കിൽ ഒരു കളക്ടർ ആകണം, അല്ലെങ്കിൽ ഒരു IPS ഓഫീസർ ആകണം, അല്ലെങ്കിൽ ഒരു IFS ഓഫീസർ ആകണം. പല 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 ബ്രാഞ്ചസ് ഉണ്ട് ഇതിനകത്ത്. ആകണമെങ്കിൽ ഇപ്പോഴേ പരിശ്രമിക്കണം. അല്ലാതെ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ പോയി കാശ് കൊടുത്ത് ഈ ബിസിനസ്സുള്ള അങ്ങനെയുള്ളൊരു എൻട്രൻസുകാർക്കും ഒക്കെ പൈസ കൊടുത്തിട്ട് കിട്ടാതെ വരുമ്പോൾ നിങ്ങളൊരു വേറൊരു സ്റ്റേജിലോട്ടാകാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. കാര്യം നമ്മൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ സിവിൽ സർവീസിനെ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നല്ല കാറിൽ പോകാം, കൊടിവെച്ച കാറിൽ പോകാം, എല്ലാവരും നമ്മളെ സല്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ജില്ലയുടെ ഭരണാധികാരിയായിട്ടിരിക്കാം എന്നൊക്കെ വിചാരിച്ചായിരിക്കും. പക്ഷെ നമ്മൾ ഓർക്കണം, നമുക്ക് കുറേ ജോലികളുണ്ട് ഇവിടെ. ഇറ്റ് ഈസ് എ സർവീസ്. നമ്മൾക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ കിട്ടുന്ന ഒരു പൊസിഷനാണത്. അത് മനസ്സിലാക്കിയിട്ട് വേണം അത് നമ്മളെ കൊണ്ട് സാധിക്കുമോ, ഒരു ജില്ലയെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം നിങ്ങൾ അതിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ അതിനിപ്പോഴേ സ്വപ്നം കാണണം, നല്ല സ്വപ്നം കാണണം. എന്താ, കിടന്നുറങ്ങാനല്ല, എനിക്ക് എന്താകണം എന്നുള്ള സ്വപ്നം കണ്ട് അതിനനുസരിച്ച് പരിശ്രമിച്ച് നിങ്ങൾ പഠിക്കണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ ഈ അവസരത്തിലുള്ളൂ. ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. കഥ നിങ്ങൾ ശ്രീരാമൻ്റെയും സീതയുടെയും ഒന്നും കഥയല്ല, നിങ്ങളെപ്പോലുള്ള 2 കുട്ടികളുടെ കഥയാണ്, കൊച്ചുകുട്ടികൾ. ഞാനിപ്പോൾ അവസാനം വീട് കൊടുത്ത 2 കുട്ടികൾ. നിങ്ങൾക്കൊക്കെ നല്ല സാഹചര്യമാണ് വീട്ടിൽ, അല്ലേ? ഇവിടെ ഇരിക്കുന്ന കുട്ടികളെയൊക്കെ കണ്ടാലറിയാം. അച്ഛനും അമ്മയൊക്കെ ഒരുക്കി നല്ല ഡ്രസ്സൊക്കെ കൊടുത്ത്, നല്ല ആഹാരമൊക്കെ കൊടുത്ത്, നിങ്ങൾ പറയുന്നതെല്ലാം അവർ മേടിച്ചു തരിക, നിങ്ങളുടെ അച്ഛനും അമ്മയും. പക്ഷെ അവരെന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം വാങ്ങി നൽകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോഴല്ല നിങ്ങളത് ഓർക്കുന്നത്. നിങ്ങളൊരു രക്ഷകർത്താവാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ കടന്നു വന്ന പാതയിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടത് എത്രമാത്രമെന്ന്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് വീട് കൊടുത്ത 2 കുട്ടികൾ, 2 കൊച്ചുകുട്ടികളാണ്, 2 പെൺകുട്ടികളാണ്. സ്കൂളിൽ പഠിക്കുകയാണ്. ഒരേ ഒരു ഡ്രസ്സേ ഉള്ളൂ, മാറി ധരിക്കാൻ ആരെങ്കിലും കൊടുക്കുന്ന ഡ്രസ്സ് ഇട്ടാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത്. കാരണം അച്ഛനില്ല, അമ്മ ഒരു എന്താണ് നമുക്ക് അതൊരു മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് അമ്മ എന്ന് പറയുന്നത്. അവർക്ക് ശരിക്കും ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊരു അമ്മയാണ്. ഈ പെൺകുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന് വേണം ഈ അമ്മയ്ക്ക് എന്തെങ്കിലും കഞ്ഞി കോരി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അവരുടെ സ്ഥിതി എന്താണ്. ഒരു ചെറിയ കുടിൽ, നിങ്ങളൊക്കെ വീടിൻ്റെ വാതിലുകൾ അടച്ച് താഴിട്ട് പൂട്ടി കിടന്നുറങ്ങുമ്പോൾ ഈ കുട്ടികൾക്ക് വാതിലുകളോ ജനലുകളോ കതകുകളോ ഒന്നുമില്ല. അവർ ചെറിയൊരു ടാർപോളിൻ കൊണ്ട് മറച്ച ഒരു കുടിലിലായിരുന്നു, വെറും തറയിലിരുന്ന്, മണ്ണുകൊണ്ട് മെഴുകിയ തറയിലിരുന്നവർ മിടുക്കരായിട്ട് പഠിക്കുന്ന 2 പെൺകുട്ടികൾ. ഞാൻ ആ കുടിലിൽ ആദ്യം കയറി ചെല്ലുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, കറണ്ടില്ല, വെട്ടമില്ല, വെളിച്ചമില്ല. നിങ്ങളെങ്ങനെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചുകൊണ്ടാണ് പഠിക്കുന്നതെന്ന് ഈ പെൺകുട്ടികൾ പറഞ്ഞു. അവർക്ക് ഞാൻ വീടൊക്കെ വെച്ച് കൊടുത്തു, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൊച്ചുകുട്ടികളോട്, ഈ സ്കൂളിലെ നല്ലവരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള മിടുക്കികളായിട്ടുള്ള സുന്ദരികളായിട്ടുള്ള സുന്ദരന്മാരായിട്ടുള്ള ചുണക്കുട്ടികളായിട്ടുള്ള MGMൻ്റെ കുട്ടികളോട് പറയുന്നത്, ആ 2 പെൺകുട്ടികൾക്ക് വെളിച്ചമില്ലാതെ, മേശയോ കസേരയോ ഇല്ലാതെ, സിമെൻറ്റോ ടൈലോ ഇടാത്ത തറകളില്ലാതെ
അവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും എന്തെല്ലാം ഒരുക്കി തന്നിട്ടാണ് നിങ്ങൾക്ക് എന്നിട്ടും പഠിക്കാൻ വയ്യ, ഞങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളും ഇല്ല എന്ന് നിങ്ങൾ പരാതികൾ പറയുമ്പോൾ, അച്ഛനോടും അമ്മയോടും പരാതി പറയുമ്പോൾ, നിങ്ങളുടെ ചുറ്റും ഇതുപോലുള്ള അനേകർ ജീവിക്കുന്നു എന്നുള്ളൊരു സത്യം മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ വരും. അത് ഫേസ് ചെയ്യാൻ ഉള്ള ബോൾഡ്നെസ്, ആർജവം അതുണ്ടാകണം. തോൽക്കാൻ കൂടെ പഠിക്കണം. ജയിക്കാൻ മാത്രം പഠിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കത്തില്ല. അത് ഞാൻ രക്ഷകർത്താക്കളോട് പറയുന്നു. നിങ്ങളുടെ കുട്ടികൾ ഒരു വിഷയത്തിന് തോറ്റു എന്ന് പറഞ്ഞ് ഈ ലോകം ഇടിഞ്ഞു വീഴത്തൊന്നുമില്ല. ഒരു പ്രാവശ്യം തോക്കണം. തോക്കാൻ അവരെ അനുവദിച്ചെങ്കിൽ മാത്രമേ അവർ പിന്നീട് അതിലും മെച്ചമായിട്ട് വിജയിക്കത്തുള്ളൂ. ജീവിതത്തിൽ തോൽവികൾ വരുമ്പോൾ ആത്മഹത്യയിലേക്ക് പോകാതെ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ തോൽക്കാൻ കൂടെ നമ്മൾ പഠിക്കണം. ആരുമായിട്ടും കമ്പയർ ചെയ്യരുത്. കാരണം ഞാനാണ്, നിങ്ങളാണ്. എൻ്റെ സ്ഥാനത്ത് നിൽക്കാനല്ല, എന്നെപ്പോലെയാകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. നിങ്ങളെപ്പോലെയാകാൻ, എറമ്പാച്ചനെ പോലെയാകാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. നിങ്ങളുടെ പ്രിൻസിപ്പലിനെ പോലെയാകാൻ എനിക്ക് പറ്റിയെന്ന് വരത്തില്ല. കാരണം നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതയാണ് നമ്മളാക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കുട്ടികളെ വ്യത്യസ്തരായിട്ട് വളർത്താൻ, അവരുടെ കഴിവനുസരിച്ച് അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിച്ച്, സ്നേഹം ഉള്ളിൽ ഒതുക്കി വെക്കാനുള്ളതല്ല, അവർക്ക് പകർന്നു നൽകിക്കൊണ്ട്, അവരെ വഴക്ക് പറയേണ്ടിടത്ത് ശാസിച്ചുകൊണ്ട്, അരുതെന്ന് പറയാൻ, എനിക്ക് പറ്റില്ല എന്ന് പറയാൻ, നോ എന്ന് പറയാൻ, യെസ് എന്ന് പറയാൻ അവരെ ശീലിപ്പിച്ചുകൊണ്ട് നല്ല കുട്ടികളായിട്ട് വളർത്താൻ, നാടിനൊതുങ്ങുന്ന വിവിധ മേഖലയിലേക്ക് പ്രവർത്തിക്കാനുള്ള ആർജവത്തോടു കൂടിയുള്ള നല്ല മനുഷ്യരാക്കി വളർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശ്വരനും ഗുരുവും എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ ആരെയും നമിക്കും? ഞാൻ ഗുരുവിനെ നമിക്കും. കാരണം ഈശ്വരനിലേക്കുള്ള പാത കാട്ടിത്തന്നത് ഗുരുവാണ്. അപ്പോൾ ആ ഗുരുക്കന്മാരെ, നമ്മളെ അക്ഷരം പഠിപ്പിച്ചു തന്നത് മുതലുള്ള നമ്മളാക്കി മാറ്റിയ ഓരോ ഗുരുക്കന്മാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, നിങ്ങളും ഗുരുത്വമെന്ന് പറയുന്ന 3 അക്ഷരം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളെ ദൈവത്തെ കാണാൻ പഠിപ്പിച്ചത് നിങ്ങളുടെ അധ്യാപകരാണെന്ന് ഉള്ള ഓർമ്മയോടുകൂടി, ഈശ്വരനും ഗുരുവും എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ ആരെയെ നമിക്കും? ഞാൻ ഗുരുവിനെ നമിക്കും. കാരണം ഈശ്വരനിലേക്കുള്ള പാത കാട്ടിത്തന്നത് ഗുരുവാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ന് ഈ നല്ല അവസരത്തിന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ മാനേജ്മെൻറ്റിനോടും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരോടും എല്ലാ നന്മകളും അല്ലെങ്കിൽ നന്ദിയും അറിയിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെയും ഒരു കരുതലിൻ്റെയും കൂട്ടായ്മയുടെയും ഒക്കെയുള്ള ഒരു നല്ല ക്രിസ്മസ് ഞാൻ ആശംസിച്ചുകൊണ്ട്, 2024 പ്രവേശിക്കുമ്പോൾ നല്ല ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട്, MGM സെൻട്രൽ സ്കൂളിൻ്റെ 21ാമത് ആനുവൽ ഡേ സെലിബ്രേഷൻസ് എല്ലാവരുടെയും അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മുഖ്യ അതിഥി ഉൾപ്പെടെ അധ്യക്ഷ വേദിയിരിക്കുന്ന ബഹുമാന്യരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങൾക്കേവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. വളരെ സന്തോഷത്തോടെയാണ്
ഈ സ്ഥാപനത്തിലേക്ക് വരുന്നത്. മൈലപ്രാശ്രമവും ഈ സ്ഥാപനം എന്നുള്ള ബന്ധത്തെക്കുറിച്ച് ബഹുമാന്യ അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട് ചെറിയ ചിന്തകൾ പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. അതിലൊന്ന്, ഞാൻ 4ാം ക്ലാസ് മലയാളം എഴുതി പഠിച്ച മലയാളം പാഠാവലിയാണ്. അവിടെ ഒരു മൊയിലിൻ്റെയും ആമയുടെയും കഥ പറയുന്നത്. മൊയിലിനെ കണ്ടിട്ടുണ്ടോ? മൊയിലിനെ കണ്ടിട്ടുള്ളവരെന്ന് കൈവക്കി. അതിന് എത്ര കൊമ്പുണ്ട്? കൊമ്പില്ല, ചെവിയേ ഉള്ളൂ, ഇല്ലേ? ഇരുന്നു. ആമയെ കണ്ടിട്ടുണ്ടോ? തൊണ്ടിൻ്റെ ആമ. അപ്പം ഞങ്ങൾ പഠിച്ചപ്പോൾ മൊയലും ആമയും തമ്മിലുള്ള ഒരു കഥയാണ് പഠിച്ചത്. മൊയിൽ വളരെ വേഗം ഓടുന്നത്, ആമയോ നിരങ്ങിപ്പോകുന്നതാണ്. മൊയിലും ആമയും കൂടെ മത്സരിച്ചാൽ ആര് ജയിക്കും? അപ്പം നിങ്ങൾ ഈ കഥ പഠിച്ചിട്ടുണ്ട്. ഓടിപ്പോകുന്ന മൊയിൽ ജയിക്കുമോ? നിരങ്ങി നീങ്ങുന്ന ആമ ജയിക്കുമോ? എങ്ങനെ ആമ ജയിച്ചത്? മൊയിലിൻ്റെ കഴിവിൽ അഹങ്കരിച്ച് ആമയെ പരിഹസിച്ച് അല്പം ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിയ സമയത്ത് ആമ ജയിച്ച് മുന്നേറി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ ആമയെപ്പോലെ നിരങ്ങാനുള്ളതായാലും മതി. മടുത്തു പോകാതെ നിരന്തരമായി പരിശ്രമിച്ചാൽ ഏത് മൊയിലിനെയും നമുക്ക് പരാജയപ്പെടുത്താം. നമുക്കുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞ് അതിനെ പൂഴ്ത്തി വെച്ച് മൊയിലിനെ പോലെ ഉറങ്ങിയാൽ ആമയുടെ മുമ്പിൽ പോലും പരാജയപ്പെട്ടു പോകും. അപ്പം നിങ്ങൾ നിരന്തരമായി കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾക്കൊന്നാമതാകാൻ, വിജയിക്കുവാൻ, മറ്റുള്ളവരോടൊപ്പമായി തീരാൻ തക്കവണ്ണം സാധിക്കും. രണ്ടാമത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ജലപ്രളയത്തിന് ശേഷം മനോരമ പത്രത്തിൽ വന്ന ഒരു കോളം ന്യൂസാണ്. അതിൻ്റെ ഹെഡിങ് ചേക്കുട്ടി പാവ എന്നാണ്. പാവ ഇഷ്ടമാണോ? പാവയുണ്ടോ എല്ലാവർക്കും? പാവ. അപ്പോൾ ആ പാവയ്ക്ക് പിന്നിലൊരു കഥയുണ്ട്. 8ാം ക്ലാസ്സിൽ 8 വിദ്യാർത്ഥികൾ അവർ പഠിച്ച പാഠത്തിൽ നിന്നുള്ള പ്രചോദനം കൊണ്ട് സമൂഹത്തിന്, വ്യക്തിക്കുണ്ടാക്കിയ മാറ്റമാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് ശരീരം മുഴുവൻ തളരുന്ന, തലച്ചോറ് ബലഹീനമാകുന്നൊരു അസുഖം പിടിപെട്ടു. ചികിത്സിക്കുവാനെ കൊണ്ട് ടീച്ചർ പറഞ്ഞതിലൂട്ട് വീട്ടിൽ നിർവാഹമില്ല, പട്ടിണി പാവങ്ങളുടെ വീട്. 1.5 ലക്ഷം രൂപ ഉടനെ കൊടുത്തെങ്കിലേ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിക്കത്തു. അപ്പോൾ അവരുടെ വീട്ടിലെ ഈ ക്ലാസ്സിലെ 8 കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നു. അവരെ നയിച്ചൊരു ടീച്ചറുണ്ട്, ചിത്ര. എല്ലാ ടീച്ചർമാരും ചിത്രയായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നു. അപ്പോൾ ആ ചിത്ര ടീച്ചർ പഠിപ്പിച്ച ഒരു പാഠത്തിൽ നിന്ന് ഉത്തേജനം ഉൾക്കൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ ഈ 1.5 ലക്ഷത്തിലധികം രൂപ കളക്ട് ചെയ്തത്. ചേന്നമംഗലം കൈത്തറി യൂണിറ്റിൽ പോയി പ്രളയത്തിൽ കയറി അഴുക്കായി തീർന്ന നൂലുകൾ അവർ ശേഖരിച്ച് അവിടെ പോയി അവർ ചോദിച്ചു, തരാമോ? തരാം, എങ്ങനെയെങ്കിലും മാറ്റി തന്നാൽ മതി. വേസ്റ്റായി നഷ്ടപ്പെടുത്താനായിട്ട് ആ നൂലുകളെ അവർ ശേഖരിച്ച് അത് ബ്ലീച്ച് ചെയ്ത് മനോഹരമാക്കി. എന്നിട്ട് അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ മനോഹരമായ പാവകളെ ഉണ്ടാക്കി. ഈ പാവകൾ കാറും വീടുമൊക്കെ അലങ്കരിക്കത്തക്ക സുന്ദരികളായ പാവയായി മാറി. അപ്പോൾ വേസ്റ്റായി കിടന്ന, ഉപയോഗശൂന്യമായി കിടന്ന നൂലുകൾ ശേഖരിച്ച് അവന്ന് കഴുകി പൊടി കുടഞ്ഞ് വൃത്തിയാക്കി എടുത്തപ്പോൾ
മനോഹരമായ പാവകൾ രൂപാന്തരപ്പെട്ടു. ചികിത്സയ്ക്ക് മതിയുള്ള പണം ആ പാവ കൊണ്ട് അവർ നേടി. ആ കുഞ്ഞുങ്ങൾ അതിനിട്ട പേരാണ് ചേക്കുട്ടിപ്പാവ. അതിനർത്ഥം അവർ കൊടുത്തു, ചേറ് പൊരില്ലാത്ത പാവ. ഞാൻ പലപ്പോഴും ഓർക്കും, ഞങ്ങൾ വേദോത്സവമൊക്കെ പഠിച്ചിട്ട് എന്താ ഇങ്ങനെ ഒരു പ്രതികരണം, പഠിപ്പിച്ചിട്ട് ഒരു പ്രതികരണം എന്താ തിരിച്ചുണ്ടാകാതെ? ആ ചിത്ര എന്ന് പറഞ്ഞ ടീച്ചർ ആ പാഠം പഠിപ്പിച്ച് അന്നേ അവർ മനസ്സിൽ കുറിച്ച് വെച്ചു, ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലൊക്കെ ചെയ്യണം. ആ മനോഹരമായ പാവ. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ബാധകമാണ്. നാം വേസ്റ്റായിട്ട് ഒന്നിനെയും ഈശ്വരൻ സൃഷ്ടിച്ചിട്ടില്ല. അതിനെ ഒന്ന് ശേഖരിച്ച് അതിനെ ഒന്ന് കഴുകി സുന്ദരമാക്കാൻ കഴിയുമെങ്കിൽ മനോഹരമായ പാവകളെ ആക്കി മാറ്റാൻ സാധിക്കും. മാതാപിതാക്കൾ LKG വിടുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ അവരെ മാലാഖമാരായിട്ട് തരികയാണ്, തിരിച്ച് ചെകുത്താനായിട്ട് കൊടുക്കരുത്. ആ മാലാഖയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ അവരെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കാമെങ്കിൽ മനോഹരമായ ചേക്കുട്ടിപ്പാവകളെ പോലെ സുന്ദരമായി തീരും. അവർ മറ്റുള്ളവർക്ക് ആനന്ദം, സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരായി മാറും. അത് അധ്യാപകരും പഠിപ്പിക്കുന്ന പാഠത്തിനുള്ളിലെ ആ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ വിദ്യാഭ്യാസത്തിന് ലക്ഷ്യമുള്ളൂ. നമുക്കറിയാം, കാലിൽ തട്ടിയ കരിങ്കല്ല് കാല് മുറിഞ്ഞ് വേദന എടുക്കുമ്പോൾ അത് കിളച്ചെടുത്ത മനുഷ്യൻ കല്ലായിട്ട് ദൂരേക്ക് ദേഷ്യത്തോടെ എറിയാതെ അതിനെ നോക്കി എൻ്റെ കാൽ തട്ടിമുറിച്ച കല്ലിൽ ഒരു മാലാഖയെ സ്വപ്നം കാണുക. പോകേണ്ടതൊക്കെ പോക്കിക്കഴിഞ്ഞപ്പോൾ ചെറിയ കൊത്തുപടിയെ കൊടുത്തപ്പോൾ അതിനെ ഒരു മാലാഖമാരാക്കി മാറ്റി. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ ബാഹ്യമായി നോക്കുമ്പോൾ സൗന്ദര്യമില്ലാത്ത കല്ലുകളാണ്. പക്ഷെ അതിന് പോകേണ്ട മുലകളൊന്ന് ഒടിച്ചു മാറ്റിയാൽ, അല്പം ഒന്ന് ഷെയ്റ്റ് മാറ്റിയാൽ മനോഹരമായ മാലാഖകളാക്കി മാറ്റും. ഈ വന്നിരിക്കുന്ന രക്ഷാകർത്താക്കളുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ മാലാഖയാക്കണമെന്നുള്ളതാണ്. അങ്ങനെ ആയിത്തീരാൻ തക്കവണ്ണം ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ വലിയൊരു മധ്യസ്ഥൻ, പരിമലത്തിന് മേലുള്ള മധ്യസ്ഥത നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സഹായമായിരിക്കട്ടെ. മറ്റനേക സ്കൂളുകളുള്ളപ്പോൾ ഈ സ്കൂളിലേക്ക് വിടുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രേരിപ്പിച്ച് എന്തെങ്കിലും ഒന്ന് കാണും. അത് ഈ കുഞ്ഞ് ഈ സമൂഹത്തിന് കൊള്ളാവുന്നവരായി വളർത്തപ്പെടുവാൻ മുഖാന്തരമായി തീരണം. ഒരു ക്ലാസ് മുറിയും ഒരു നല്ല അധ്യാപകനും ഒരു കുട്ടിയും ഉണ്ടെങ്കിൽ ഈ ലോകത്തെ മാറ്റിമറിക്കാമെന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാനം നേടിയ ആൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ലാസ് മുറി, ഒരു നല്ല അധ്യാപിക, ഒരു കുട്ടി ഈ ലോകത്തെ മാറ്റിമറിക്കാം. അതുകൊണ്ട് ലോകത്തിൻ്റെ പുനഃസൃഷ്ടിക്ക്, ലോകത്തിൻ്റെ നന്മയ്ക്ക്, ഇന്ന് കാണുന്ന എല്ലാ അസ്വസ്ഥതകളും ഇല്ലാത്ത ഒരു നല്ല രാജ്യം കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം ഈ സ്ഥാപനത്തിൽ വളർന്നു വരുന്ന ഈ കൊച്ചു മാലാഖകൾ കഴിയട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കല്ലിനുള്ളിലുള്ള മാലാഖമാരെ ചെത്തിയെടുത്തൊരു വലിയ ദൗത്യം ഈ പ്രദേശത്ത് നൽകുവാൻ തക്കവണ്ണം രക്ഷകർത്താക്കൾ സാധിക്കട്ടെ, എൻ്റെ മാനവൻ സാധിക്കട്ടെ. എല്ലാ നന്മകളും ആശംസിക്കുന്നു. ക്രിസ്മസിൻ്റെ എല്ലാ സന്തോഷവും അറിയിക്കുന്നു. പുതുവർഷവും അനുഗ്രഹകരമായി തീരട്ടെ. നിങ്ങൾ പഠിച്ച പാഠങ്ങൾ പഠിച്ച് മാർക്ക് വായിച്ച് മാറ്റിവെക്കാതെ വല്ലപ്പോഴും ചെന്നെടുത്താൽ ആ കുട്ടികളെ പോലെ നിങ്ങൾക്കും ചേക്കുട്ടിപ്പാകൾ നിർമ്മിച്ച് അനേക ദുഃഖങ്ങൾ ഒപ്പിയെടുക്കാൻ തക്കവണ്ണം സാധിക്കും. അതിന് ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ അവസരം നന്ദി അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആദരണീയനായ ഡോക്ടർ സാമുവൽ ജോൺ കോർ എപ്പിസ്കോപ്പ അച്ഛൻ, ആദരണീയനായ കോർ എപ്പിസ്കോപ്പ യാക്കൂബ് റമ്പാൻ അച്ഛൻ, വേദിയിലുള്ള വൈദികരെ, ഏറെ പ്രിയങ്കരിയും ബഹുമാനീയമായ സുനിൽ ടീച്ചർ, ബഹുമാൻ്റെ പ്രിയമുള്ളവർ, ഞാൻ എത്ര തവണ MGMൻ്റെ വാർഷികത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അച്ഛൻ എന്നെ, എനിക്ക് തോന്നുന്നൊരു 10 തവണയിലെങ്കിലും അധികമുള്ള സമയത്ത് എന്നെ വാർഷികങ്ങളിൽ വിളിക്കാറുണ്ട്, വരാറുണ്ട്. ഇത്തവണയും വിളിച്ചതിൽ ഉള്ള വലിയ സന്തോഷവും സ്നേഹവും ഞാൻ രേഖപ്പെടുത്തുകയാണ്.
എനിക്ക് ഇവിടെ വന്നപ്പോൾ സത്യത്തിൽ ആരൊക്കെ വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കൊരു ധാരണയുണ്ടായിരുന്നില്ല. എന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഏറ്റവും അത്ഭുതപ്പെട്ടത് സുനിൽ ടീച്ചറിനെ കണ്ടപ്പോഴാണ്. ടീച്ചറിനെ ഞാൻ ആദ്യം കാണുന്നത്, ഞാൻ ആദ്യം ജനപ്രതിനിധിയാകുന്ന 2005 ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് NSSൻ്റെ ഒരു ക്യാമ്പ് അങ്ങാടിക്കൽ പടക്കേക്കരയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ NSSൻ്റെ ക്യാമ്പാണെന്ന് പറഞ്ഞു. ആ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്, ആ NSSൻ്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്ത് സാമ്പത്തികമായി തീരെ നിവൃത്തിയില്ലാത്ത ഒരു കുടുംബത്തിനൊരു വീട് വെച്ച് കൊടുക്കുന്നു. അങ്ങനെ 1-2 വീടല്ല, 296 വീടുകൾ ഇത്രയും കാലത്തിനിടയ്ക്ക് മറ്റ് ഉദാരമതികളായ ആളുകളുടെ സഹായത്തോടുകൂടി വെച്ച് വീട് തലചായ്ക്കാൻ വീടില്ലാത്ത 296 പേർക്ക് വീട് കൊടുത്ത ആളാണ് സുനിൽ ടീച്ചർ. അങ്ങനെ ടീച്ചറിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല എങ്കിൽ അതൊരു നീതിരഹിതമായ കാര്യമായി പോകും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ടീച്ചർ പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജിലെ അധ്യാപികയായിരുന്നു. ഒരു കോളേജ് അധ്യാപിക എന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും നല്ല ശമ്പളമുണ്ട്. ലക്ഷത്തിന് മുകളിലുള്ള ശമ്പളം ഒരുപക്ഷെ എത്രയോ വർഷങ്ങളിൽ വാങ്ങിച്ച് കാണും. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ഇതൊരു പ്രശസ്തിക്ക് വേണ്ടിയല്ല, സ്വന്തം ആത്മസംതൃപ്തിക്ക് വേണ്ടി ഒരു NSS പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന നിലയിലും അല്ലാതെയും ടീച്ചർ ചെയ്യുന്ന സേവനങ്ങൾ വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതും വിലമതിക്കാനാകാത്തതുമാണ്. എൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ച ഒരധ്യാപിക എന്ന നിലയിൽ ഒരുപക്ഷെ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് നേരിട്ടോ അല്ലാതെയോ മറ്റൊരു വേദിയിലോ ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ അത്ഭുത ആദരങ്ങളോടുകൂടിയാണ് ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങളെ പലപ്പോഴും കാണുന്നത്. സാന്ദർഭികവശാൽ ഞാനിത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം എന്നെ ഈ ടീച്ചർ പറഞ്ഞപ്പോൾ മാത്രമാണ്, അച്ഛൻ പറഞ്ഞപ്പോഴും ഈ കുട്ടികൾ ശ്രദ്ധിച്ചിരുന്നു, അടങ്ങിയിരുന്നില്ല. പക്ഷേ ടീച്ചർ സംസാരിക്കുമ്പോൾ ഈ കുട്ടികൾ പലരും നിശബ്ദരായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? കുട്ടികളൊക്കെ ടീച്ചർ പറഞ്ഞത് കേൾക്കാണ്. ടീച്ചർ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴും കുട്ടികളൊക്കെ കേട്ടു. അപ്പം ഞാനീ പറയുന്നുണ്ട്, ഇവരാരും കേൾക്കുന്നില്ല, ഇവരെന്നെ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അവർക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുമ്പോഴാകും അവർ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഇവരെ ക്ലാസ്സിലിരുത്തി 25-30 കുട്ടികളെ ഇരുത്തി ഈ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്തുമാത്രം പാടുപെട്ടിട്ടുണ്ടാകും ഈ കുട്ടികളെ ആ ക്ലാസ്സിലെ ആ വിഷയങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുത്താൻ വേണ്ടി അവർ പെടുന്ന പെടാപ്പാട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ടീച്ചർ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ സഹപാഠിയും നമ്മുടെ നാട്ടുകാരനുമാണ് ഏഷ്യാനെറ്റിൻ്റെ ഇപ്പോൾ ഔട്ട്പുട്ട് എഡിറ്ററായിരിക്കുന്ന ശ്രീ വിനു വി ജോൺ. എൻ്റെ സഹപാഠിയായിരുന്നു 1 മുതൽ 10 വരെയുള്ള ക്ലാസ്. വിനു ഏകദേശം 1.5 വർഷക്കാലത്തിന് മുമ്പ് ഒരു ദിവസം തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ വൈകുന്നേരത്ത് ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം നിന്നപ്പോൾ വലിയ തിരക്കൊക്കെ ഒഴിവാക്കി ഞങ്ങളോടൊപ്പം വന്നു. അപ്പോൾ വിനു ആകെ എന്നോട് പറഞ്ഞു, എന്നെ അത്ഭുതപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തൊരു ദിവസമാണ്. ഞാൻ ചോദിച്ചു, അതെന്താ വിനു? ആ ദിവസം ഏഷ്യാനെറ്റ് പുതിയ ന്യൂസ് റീഡർമാരെ സെലക്ട് ചെയ്യാനായി, പുതിയ ഒരുപറ്റം ജേർണലിസ്റ്റുകളെ തിരഞ്ഞെടുക്കാനായി എഴുത്തു പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 36 പേരെ ഇരുത്തി അവരെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വിളിച്ചതാണ്. വിനു എന്നോട് പറഞ്ഞത്, ആ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിച്ച ആളുകളോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അവർക്ക് പേപ്പറും പേനയും എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ മലയാളത്തിലെ മൊത്തം അക്ഷരങ്ങൾ എഴുതാൻ പറഞ്ഞു. 36 പേരെ ഇരുത്തി മലയാളത്തിലെ മൊത്തം അക്ഷരം എഴുതിച്ചപ്പോൾ 2 പേരാണ് മുഴുവൻ അക്ഷരങ്ങളും തെറ്റാതെ എഴുതിയവർ. 2 പേരാണ്. മലയാളത്തിലെ മൊത്തം അക്ഷരങ്ങളും എഴുതാമെന്ന് ഉറപ്പുള്ള കുട്ടികൾ എത്ര പേരുണ്ട്? കൈപൊക്കാവും. മൊത്തം അക്ഷരം എഴുതുമോ? എഴുതും. ഇതും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കൈതാത്തട്ടെ. ഇതും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഇത്രയധികം കുട്ടികൾ മലയാളത്തിലെ മൊത്തം അക്ഷരം തെറ്റാതെ എഴുതുമെന്ന് പറയുന്നതും മലയാളം വായിക്കുമെന്ന് പറയുന്നതും വളരെ അത്ഭുതമുയർത്തുന്ന ഒന്നാണ്. ഇനി ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഒരു ചെറിയ പാട്ട് പാടട്ടെ? പാടണോ?
ഇനി അത് നിങ്ങൾക്ക് വേണ്ടിയല്ല കേട്ടോ, നിങ്ങൾ വിട്ടേക്കെ. രാരിക്കൻഡാരോ രേരിക്കൻഡേരോ രാരിക്കൻഡാരോ 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 രേരിക്കൻഡേരോ രാരിക്കൻഡാരോ രാരിക്കൻഡാരോ രാരിക്കൻഡാരോ. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി. മഴ പെയ്യുമ്പോഴേ നമ്മൾ പുട്ടിലു ചൂടുമടോ, ഇടിവെട്ടുമ്പോഴേ നമ്മൾ ബണ്ടയിൽ കയറുമടോ. രാരിക്കൻഡാരോ രേരിക്കൻഡേരോ രാരിക്കൻഡാരോ രാരിക്കൻഡാരോ രാരിക്കൻഡാരോ. മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി, ചിറവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി. മലവെള്ളം വന്നാൽ നമ്മൾ മറുമല കയറും, ചിറവെള്ളം വന്നാൽ നമ്മൾ ചിറമുകളേറും. രാരിക്കൻഡാരോ രേരിക്കൻഡേരോ രാരിക്കൻഡാരോ രാരിക്കൻഡാരോ രാരിക്കൻഡാരോ. ഞാൻ ഈ വലിയ പാട്ട് മൊത്തം പാടിയാൽ അച്ഛന് 5 മിനിറ്റ് സമയത്തിൽ കൂടുതൽ എന്ന് എന്നോടൊന്ന് പറഞ്ഞ് സൂചിപ്പിച്ചു വിട്ടതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വളരെ സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, നിങ്ങളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ എല്ലാവരെയും കണ്ടതിൽ MGM സ്കൂളിൻ്റെ ഈ വാർഷികത്തിന് മാത്രമല്ല, സ്കൂളിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനത്തിനും ഏറെ സ്നേഹത്തോടുകൂടി എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു. എല്ലാവർക്കും വളരെ സന്തോഷകരമായ ആഹ്ലാദകരമായ ഒരു ക്രിസ്തുമസും പുതുവത്സരവും കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. വേദിയെ അലങ്കരിക്കുന്ന ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളെ, സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, ഇത്രയും രക്ഷകർത്താക്കളുടെ സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടതായ കാര്യം. സ്കൂളിലേക്ക് ഒരുക്കി വിടുന്നതിൽ, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിൽ മാത്രമല്ല, പഠിക്കുന്ന സ്ഥാപനത്തോട് ചേർന്ന് അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി തീരുമ്പോഴാണ് സ്വാഭാവികമായും ഏതൊരു പ്രസ്ഥാനത്തെ പോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഏറ്റവും ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. കാരണം കൃത്യമായ നിർദ്ദേശങ്ങളും കൃത്യമായ പ്രോത്സാഹനങ്ങളും ഈ കുഞ്ഞുങ്ങളോടൊപ്പം അധ്യാപകരോടൊപ്പം ചേർന്ന് നിന്ന് രക്ഷകർത്താക്കൾ കൂടി നിർവഹിക്കുമ്പോഴാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമാകുന്നതും സ്ഥാപനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈ കുഞ്ഞുങ്ങളിൽ കൂടി തലമുറകൾക്ക് പ്രയോജനമുണ്ടാകുന്നതും. സമയം അതിക്രമിക്കുന്നു. നീണ്ട ശ്രേഷ്ഠമായ കലാവിരുന്നുകളിലേക്കുള്ള ആഗ്രഹത്തിലും ശ്രദ്ധകളിലുമാണ് നിങ്ങൾ ഓരോരുത്തരും. എല്ലാ അർത്ഥത്തിലും സന്തോഷകരമായ നിമിഷങ്ങളാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ ആരംഭിച്ചിട്ട് 21 വർഷം പൂർത്തിയാകുന്നതിൻ്റെ സന്തോഷം കൂടിയാണ്. അപ്പോൾ ഈ വാർഷിക ദിനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടും അത്ഭുതത്തോടും ബഹുമാനത്തോടും കൂടി സാമുവൽ ജോണച്ചനെ കാണാതിരിക്കാൻ കഴിയില്ല. ഈ ഒരു ദേശത്തേക്ക് കടന്നു വന്ന് ഏതൊരു വ്യക്തിക്കും ഓരോരുത്തർക്കും ഓരോ താലന്തുകളും ഓരോ ഉദ്ദേശങ്ങളും ഓരോ ജന്മങ്ങളെയും പറ്റിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പോലെ അച്ഛനിൽ കൂടി ഈ ദേശത്തിന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ലഭിച്ചു. അതുകൊണ്ട് നമ്മുടെ തലമുറകൾക്ക് പ്രയോജനമുണ്ടാകുന്നു. ഇന്നത്തെ ഈ യോഗത്തിൽ മുഖ്യ അതിഥിയായി കടന്നു വന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ MS സുനിൽ ടീച്ചറും പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിനോട് ചേർന്ന് നമ്മളെല്ലാവരും കേട്ടു തുടങ്ങി. എന്നാൽ വീണ്ടും ഓരോരുത്തരും കേട്ടും നിങ്ങൾ ഓരോരുത്തരും നിശ്ചയമായും മാധ്യമങ്ങളിൽ കൂടി ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെയും മനസ്സിലാക്കിയിട്ടുണ്ട്.
അപ്പോൾ മനുഷ്യനെ സ്നേഹിക്കുവാൻ പറ്റുന്ന തലമുറകളെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം സ്വാഭാവികമായും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വാർഷിക ദിനത്തിൽ ടീച്ചറിനെ ക്ഷണിച്ചതിലും ടീച്ചറിൻ്റെ വാക്കുകൾ നമ്മൾ അല്പം മുൻപ് കേട്ടപ്പോഴും നമ്മൾ നമ്മുടെയും വ്യക്തി ജീവിതത്തിൽ നമ്മുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെ ആയിത്തീരാം, എങ്ങനെയൊക്കെ ആയിത്തീരണം എന്നുള്ള നിർദ്ദേശങ്ങളും നിശ്ചയമായും നമ്മൾ കണ്ടുമുട്ടുന്ന, നമ്മൾ കേട്ടുപഠിക്കുന്ന പാഠപുസ്തകങ്ങൾക്കൊക്കെ അപ്പുറമായിട്ട് നമുക്ക് ലഭിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വാഭാവികമായും ഓരോ കുഞ്ഞുങ്ങളെയും അവരുടെ വളർച്ച മുതൽ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അവർക്ക് ദൈവത്തെ കാണുവാനും സഹോദരങ്ങളെ കാണുവാനും മനുഷ്യനെ കാണുവാനും പ്രകൃതിയെ കാണുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ, അതിൽ നിന്നൊക്കെ മനുഷ്യനല്ലാത്ത അവസ്ഥകൾ നമ്മിൽ നിന്നും മാറ്റുവാൻ വേണ്ടിയാണ്. മനുഷ്യനല്ലാത്ത അവസ്ഥകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വഭാവങ്ങളിൽ എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം അറിവുകൾ നമ്മൾ ഓരോരുത്തരും പ്രാപിക്കുന്നതിൽ കൂടി, നല്ല അറിവുകൾ, നല്ല ശീലങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ കൂടി തെറ്റായ രീതികളും തെറ്റായ ഭാവങ്ങളും ഒക്കെ നീക്കി മാറ്റുകയും അന്ധകാരത്തിൻ്റെ ഇരുട്ടിൻ്റെ ഓരോ അവസ്ഥകളിൽ നമ്മിൽ നിന്ന് മാറി ഒരു നല്ല പ്രകാശത്തിൻ്റെ അവസ്ഥ വിദ്യാഭ്യാസം സ്വാഭാവികമായും നൽകുന്നത് അറിവിൻ്റെ വെളിച്ചമെന്നാണല്ലോ എപ്പോഴും പറയുന്നത്. ആ അറിവിൻ്റെ വെളിച്ചം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴും പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയട്ടെ. ഈ മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ പിറകിലിരിക്കുന്ന രക്ഷകർത്താക്കൾ വരെ എല്ലാവരും അനുദിനം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. ആർജിക്കുന്ന ഓരോ അറിവുകളും ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ തിരിഞ്ഞൊന്നു നോക്കിയാൽ പിന്നിട്ട പാതകൾ ഗുരുവായി വന്നെൻ്റെ അരികിൽ നിൽക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളും ഗുരുസ്ഥാനത്താണ് നിൽക്കുന്നത്. അത് നമ്മളെ ഓരോരുത്തരെയും തിരുത്തുകയും വഴി നടത്തുകയും ചെയ്യും. അപ്പോൾ അതിനെല്ലാം ഈ നമ്മുടെ ഓരോ നാളുകളും കാരണമാകട്ടെ. ഒരു വർഷം കടന്നു പോകുന്നു. ക്രിസ്തുമസിൻ്റെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാലം ഏറ്റവും അടുത്തിരിക്കുന്നു. അതാ ക്രിസ്തുമസിൻ്റെ സന്തോഷവും സമാധാനവും ആശംസിക്കപ്പെടുകയും ഒരു വർഷം കടന്നു പോകുമ്പോൾ അതിൻ്റെ എല്ലാ നന്മകളും സ്വീകരിച്ച് കുറവുകൾ പരിഹരിക്കപ്പെട്ട് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിപ്പാനും സർവശക്തൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. MGM സെൻട്രൽ സ്കൂളിൻ്റെ 21ാമത് ആനിവേഴ്സറിക്ക് എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇവിടെ അധ്വാനിക്കുന്ന ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സിന് എല്ലാവർക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാ രക്ഷകർത്താക്കൾക്കും എല്ലാവിധമായ നന്മകളും ആശംസിക്കുകയും അടുത്തൊരു തലമുറ അനുഗ്രഹകരമായി ഈ ദേശത്ത് വളർന്നു പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദിയിലെ ഉപസ്ഥിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ അധ്യാപകരെ, കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ കുടുമൺ MGM സെൻട്രൽ സ്കൂളിൻ്റെ 21ാമത് വാർഷിക മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിനും നിങ്ങൾക്ക് എല്ലാ നന്മകളും ആശംസിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷവും നിങ്ങളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായി. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം തുടർന്ന് മുഖാന്തരമാകട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സമൂഹത്തിൽ തുടർന്നും ഫലകരമായിട്ട് പ്രവർത്തിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നമുക്കറിയാം, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നല്ല ഉന്നതമായ ലക്ഷ്യമുണ്ടെങ്കിലേ നമ്മുടെ വിദ്യാഭ്യാസ കാലമൊക്കെ ഫലകരമായിട്ട് തീരുകയുള്ളൂ. എത്തിപ്പിടിക്കാവുന്നതിന് അപ്പുറമായിരിക്കണം ലക്ഷ്യപരിധി എന്ന് ബ്രൗണിങ് പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിയെ തൻ്റെ ജീവിതം ധന്യമാക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് വിദ്യാഭ്യാസം. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം സ്വഭാവ ഗുണമാണ്. സ്വഭാവ ഗുണമില്ലാത്ത വിദ്യാഭ്യാസം അർത്ഥശൂന്യമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ നല്ല സ്വഭാവ ഗുണമുള്ളവരായിട്ട് വളർന്നു വരുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ഒരു വ്യക്തി വിദ്യാസമ്പന്നനോ എന്ന് നിശ്ചയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പേരിലുള്ള ബിരുദങ്ങളുടെ എണ്ണം നോക്കിയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഗുണം നോക്കിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം, നല്ല സ്വഭാവ ഗുണമുള്ള കുട്ടികളെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്ന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ വിഖ്യാതനായ ചിത്രകാരനായിരുന്ന മൈക്കിൾ ആഞ്ചലോ ഒരിക്കലും ഒരു മാർബിൾ ശില കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സന്ദർശകൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് താങ്കൾ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മാർബിളിൽ ബന്ധിതനായിരിക്കുന്ന മാലാഖയെ ഞാൻ പുറത്തു വിടുവാനായിട്ട് പോവുകയാണ്. ഈ മാർബിളിൽ ബന്ധനസ്ഥനായിരിക്കുന്ന മാലാഖയെ ഞാൻ പുറത്തു വിടുവാനായിട്ട് പോവുകയാണ്.
നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സാധിക്കേണ്ടതും അതുതന്നെയാണ്. എല്ലാ കുട്ടികളിലും ഒരു മാലാഹ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് ഈശ്വര കൃപയിലൂടെ അധ്യാപകരുടെ ശുശ്രൂഷയിലൂടെ കുട്ടികളിലെല്ലാം ഉറങ്ങിക്കിടക്കുന്ന മാലാഹയെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം. അതിനായിട്ട് തുടർന്നും ഈ സ്കൂളിന് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായ ക്രിസ്മസും പുതുവത്സരവും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വേദിയിലുള്ള നമ്മുടെ സുനിൽ ടീച്ചർ, മറ്റ് ബഹുമാന്യരായ അതിഥികൾ, സദസ്സിലുള്ള നമ്മുടെ ആദരണീയ രക്ഷകർത്താക്കൾ, ടീച്ചേഴ്സ്, സദസ്സിലുള്ള നമ്മുടെ കുഞ്ഞുമക്കളെ, ഇന്നത്തെ ദിവസം ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായൊരു ദിവസമാണ്. ഏതാണ്ട് 21 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ നിലയിൽ ആരംഭിച്ച ഒരു സ്കൂള് ഇന്ന് 21ാമത് വാർഷികം ഇവിടെ ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. ചിരണിക്കൽ എന്ന പ്രദേശത്ത് ഈ സ്കൂൾ ആരംഭിക്കുമ്പോൾ ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ വളരുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നവർ വളരെയധികം ആളുകളുണ്ടായിരുന്നു. എന്നാൽ അവരുടെ എല്ലാം പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ഈ സ്ഥാപനം ഇന്ന് 21ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഭരണകർത്താക്കളോടൊപ്പം, ഇതിലെ അധ്യാപകരോടൊപ്പം, ഇതിൻ്റെ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരോടൊപ്പം ഞാനും ഈ നാടും സന്തോഷിക്കുകയാണ്. ഈ സ്ഥാപനം ഇന്ന് 21 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇത് പിന്നിട്ട വഴികളിൽ ഇത് വിജയപാതയിൽ എത്തിച്ചേർന്നെങ്കിൽ ഇതിലൊരുപാട് അധ്യാപകർ അവരുടെ ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ മനസ്സിൽ ഈ സ്കൂളിന് ഇന്നേ ഒരു പേര് അല്ലെങ്കിൽ ഒരു സ്ഥാനമുണ്ടായത്. നമ്മുടെയൊക്കെ മക്കളെ ഈ സ്കൂളിലേക്ക് നമ്മൾ വിട്ടത്, അതിൽ ഇവിടെ പഠിപ്പിച്ച് പോയ അധ്യാപകരുണ്ട്, ഇപ്പോൾ നിലവിൽ പഠിപ്പിക്കുന്നവരുണ്ട്. ഇവർക്കെല്ലാം നമുക്ക് ഒരു നല്ല കയ്യടി കൊടുക്കേണ്ടതുണ്ട്. ഞാൻ നിർത്തിപ്പിക്കുന്നില്ല. നമ്മുടെ കുഞ്ഞുമക്കളുടെ ഒരുപാട് കലാപരിപാടികൾ ഈ സ്റ്റേജിൽ അരങ്ങേറുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. 21ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് നവവത്സര ആശംസകൾ നേരുന്നു. നന്ദി. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഈ ഇടയ്ക്ക് ഫുഡ് ഫെസ്റ്റ് നമ്മൾ സ്കൂളിൽ നടത്തുകയുണ്ടായി. നല്ല രീതിയിൽ ആ ഫുഡ് ഫെസ്റ്റ് നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചു. വിത്ത് ദ സപ്പോർട്ട് ഓഫ് പാരൻസ്, വിത്ത് ദ സപ്പോർട്ട് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ഓൾ ഹു വെയർ ഹിയർ ഫോർ ദാറ്റ് ഫുഡ് ഫെസ്റ്റ്. ആ ഫുഡ് ഫെസ്റ്റിൻ്റെ നമ്മൾ ശേഖരിച്ച പണം ഇന്ന് ഇവിടെ വെച്ച് അതിൽ നിന്ന്, ആ ഫുഡ് ഫെസ്റ്റിൽ നിന്ന് നമുക്ക് ലഭിച്ച പണത്തിൽ നിന്ന് നമ്മുടെ മുമ്പാകെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന സുനിൽ മാഡത്തിന് സ്കൂളിൻ്റെ വകയായിട്ട്, ഈ നമ്മുടെ MGM സ്കൂൾ ഫാമിലിയുടെ വകയായിട്ട്, ഇവിടെയുള്ള പാരൻസിൻ്റെ വകയായിട്ട്, ഈ പാരൻസിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഇതിനു വേണ്ടി പ്രയത്നിച്ചത്. അവരെല്ലാവരുടെ നാമത്തിൽ നമ്മൾ ഇപ്പം സ്കൂൾ പ്രിൻസിപ്പൽ മാഡത്തിനത് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. ഓൾ ഓഫ് യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. I would like to invite our chief guest, Dr. M.S. Sunil Ma'am, for distributing prize to our able scholar, Akindra Anil. 96.8% he got the last board examination conducted in 2022-23. Akindra Anil. He's absent. His brother is also here. I would like to welcome his brother or mother for receiving the prize. Brother is also here. Neha Reddy, 92.2% mark. I would like to invite Rambajan for distributing the prize. Siddharth Nair, he got 91.8%. Siddharth, brother is also present here. Is his brother present? Come on to the stage and receive the prize.
91% mark. I would like to invite Advocate C. Prakash, Health and Education Chairman of Kodumanu Grama Panchayat, to distribute the prize. And 3 students equipped, 100% for Malayalam, Akindra Anil, Arathi Raj and Siddharth. I would like to invite these students on. I would like to invite Madam to give the prize. Arathi Raj, Akindra Anil and also Siddharth. 100% for social science, Neha Reggie. 100% for social science. Sunil Madam, distribute the prize. Congratulations to all these students. A big clap for them. Chairman of NGM Sunday School, Srimati Principal Smudha Ma'am, Administrator John Sir, Vice Principal Bindura Ma'am, Councillor Joshua Paul, respected teachers, parents and my dear friends, a warm good evening to all. I am Malvika, the head girl of NGM Sunday School, standing in front of you to express my gratitude towards my school. Firstly, I express my gratitude to all my team for making this academic year a grand success. Obviously, school days are the most memorable days to everyone. I want to share my feeling and attachment with my school with all of you. I am so thankful to my parents for joining me in such wonderful school where I got the best mentors and amazing group of friends. With the collective effort of all of the teachers, we are shaping our future and getting ready to play our role in the society. It's my pleasure to be as a member of our NGM family. For me, my school is everything. My teachers, each one of them taught me, enlightened me, sometimes taught me. But most importantly, they loved me. Thank you teachers for your endless support for each one of us. The keystone of our institution, Reverend Father Dr. Samuel John Paul Episcopa. Our NGM is a result of his hard work. He is the best example for a hardworking person. He is an inspiring personality for me. Thank you, Father, for your care, guidance and support that you have given to us. Our Administrator John Sir, I express my gratitude to him. He is a true role model for me. Thank you, sir, for your guidance and encouragement. Our counselor, Father Joshua Paul, he is a very supportive person. He helps us in all our activities. Thank you, Father, for your support. Our principals, Smudha Ma'am and Vice Principal Bindurai Ma'am, they both are the pillars of our institution. They advise us and work hard for the welfare of the students. Thank you, Smudha Ma'am and Bindurai Ma'am, for your valuable advices. All the teachers in our NGM family are very encouraging. They help us to improve our qualities. They are just like my parents. Thank you, teachers. Now let me share an experience. I done my pre-primary education here. Because of my father's job transfer, I also had to transfer my schooling from NGM. At that time, I recognized how important NGM to me, where I have plenty of opportunities to explore and excel my talents, whereas the opportunities are limited at that school. When I returned back to NGM at 4th standard, I became so back in every stage programs as compared to my friends. In NGM, stage is open to every student to express their talents. With the help of my parents, teachers and friends, I mustered courage. They are the reason why now I am standing in front of you as the head girl of NGM Sunday School to express my gratitude towards my school. I am also grateful to the non-teaching staffs of my school. I truly appreciate the effort they have made for us. My sincere gratitude goes out to all parents and the well-wishers for their rock-solid support and encouragement. I am sure that all the qualities that I got from NGM will brighten my future. By saying this, I am concluding my words. Thank you and have a nice day.
In celebration of our nation's rich heritage and the values that bind us together, this is a tribute to the resilience, diversity and the strength that define our great nation.
ushering the spirit of Christmas. Without any more delay, let us carol sing. I invite class 9 students for the carols.